കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹം ഈ ആരാധന മുഴുവൻ ഉണ്ടാകണമേ. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു ആരാധനയെ മാറട്ടെ. ഒരുപാട് പേർക്ക് അനുഗ്രഹം നൽകുന്ന, ഒരുപാട് പേരെ കർത്താവ് തൊടുന്നൊരു അനുഗ്രഹമായി മാറട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ വരവേൽക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യാം, ജീവിതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. യേശുവേ ആരാധന. പരിശുദ്ധ
ചൈതന്യം നിറയുന്ന സമയം, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുന്ന സമയം, ത്രിയേകദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന സമയം, പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയില് ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യത്തില് പരിശുദ്ധ അമ്മയെ കണ്ട വൈദികൻ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യം എന്ന വചനമാണ്. മജ്ജയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളും തുളച്ചു കയറുന്ന വചനം നമ്മുടെ ഹൃദയങ്ങളില് അഭിഷേകമായി മാറട്ടെ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. എന്റെ കുഞ്ഞു മനസ്സേ യേശുവേ നിനക്കായി ഞാൻ തീർത്തിടാം പൂക്കളാം സ്നേഹമണ്ഡപം. എന്റെ കുഞ്ഞു മനസ്സേ യേശുവേ നിനക്കായി ഞാൻ തീർത്തിടാം പൂക്കളാം സ്നേഹമണ്ഡപം. നീ വരൂ സ്നേഹമേ, കാത്തിരിപ്പൂ ഞാൻ. രാജരാജ യേശുവേ ആരാധന. കാരുണ്യമേ, നവ്യ സ്നേഹമേ, എന്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ, വരൂ. എന്റെ ഉള്ളിൽ വാഴുവാൻ നീ വരൂ, വരൂ. കൃപാസന പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയാണ് നമ്മൾ ഏറ്റുചൊല്ലുന്നത്. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സാക്ഷിയാക്കി എന്നെയും മാറ്റണേ എന്ന പ്രാർത്ഥനയോടെ പൂർണ്ണ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ഒരുപാട് പേർക്ക് നമ്മൾ സാക്ഷ്യങ്ങൾ നൽകിയല്ലോ. ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ നാമത്തിൽ ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതി, യേശുവേ മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണം.
ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ, കർത്താവിന്റെ സാന്നിധ്യവും സത്യവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണമേ. എല്ലാ മേഖലകളിലും ദൈവപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിന്റെ നിറവുണ്ടായി ഏറ്റവും അനുഗ്രഹപ്രദമായി മാറട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമേ പരിശുദ്ധമേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും ഏറ്റച്ചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളെ കാണാതെ മാതാവേ, അമ്മയുടെ എല്ലാ കാര്യങ്ങളിലേക്കും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരണമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതി. ഹല്ലേലൂയ. എന്റെ ഉള്ളിൽ വാഴുക നീ വരൂ കാരുണ്യമേ നൗവേ സ്നേഹമേ എന്റെ ഉള്ളിൽ വാഴുക നീ ഇരിക്കുക. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ ഒരു ഏജ് ബാർ കഴിഞ്ഞ ആൾക്കാർ, അതിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാനായാലും ശരി, കല്യാണ ഒത്തുവരാനായാലും ശരി, ഒരു ഏജ് ബാർ കഴിഞ്ഞവർ ആശ്രയിക്കുന്ന ഒരേ ഒരു പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയാണ്. കാര്യം ഉടമ്പടി പ്രാർത്ഥനയുടെ ഫ്രൂട്ട്സ് അതാ. കാര്യം ഇന്ന് വരെ നമ്മൾ കണ്ടിരിക്കുന്നത് 35 വയസ്സിന് മേലുള്ള ആൾക്കാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ദൈവം ആ ഫയല് തിരിച്ചെടുക്കും. നിങ്ങൾക്ക് അത് ആവശ്യമാണെന്ന് കണ്ടാൽ കർത്താവ് നിങ്ങൾ അതായത് നിങ്ങൾ ഉപേക്ഷിച്ച് വിട്ടുവെച്ച് കളഞ്ഞ, ചിലപ്പോൾ മറന്നു പോയെന്ന് പറയാവുന്ന, പ്രാർത്ഥിച്ച് മറന്നു പോകുന്ന വിഷയങ്ങളില്ലേ, അതും ഉടമ്പടിയുടെ പരിധി വരുന്നതാണ്. പ്രാർത്ഥിച്ച് മനുഷ്യൻ മറന്നു പോകും. അതെന്താ കാര്യം കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് കിട്ടാതെ വരുമ്പോൾ മറന്നു പോകും. പിന്നെ അത് പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നത്തില്ല. ഞാൻ അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കങ്ങനെ തോന്നി. കാര്യം ഇത് പ്രാർത്ഥിച്ച് മനുഷ്യനിപ്പോൾ പ്രാർത്ഥിക്കാത്ത വിഷയം. കാര്യം എന്താണ്? പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല. അതുകൊണ്ട് പിന്നെ പ്രാർത്ഥിക്കാതെയായി, പിന്നെ പ്രാർത്ഥിക്കാൻ മറന്നുപോയി, വിഷയവും മറന്നുപോയി. ഇങ്ങനെ 100 കൊല്ലമായിട്ട് മറന്നുപോയൊരു സബ്ജക്റ്റ് മാതാവ് ഈ ആഴ്ചയിൽ എടുത്തിട്ടുണ്ട്. 100 കൊല്ലമായിട്ട് അവർ ആ സബ്ജക്റ്റ് മറന്നുപോയി. പ്രാർത്ഥിച്ച് തലമുറകളെ പ്രാർത്ഥിച്ചതാണ്. തലമുറകളെ പ്രാർത്ഥിച്ച് മറന്ന കുറേ കാര്യങ്ങൾ ഉടമ്പടിയുടെ ഇത് ഞാൻ ഓർത്തില്ല ശരിക്കും. ഈ ഉടമ്പടി അമ്മ തരുമ്പോൾ ഇതിന് ഇത്രയും റേഞ്ച് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഉടമ്പടിയുടെ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉപ്പൊക്കെ എഴുതാൻ പറയണത്. അപ്പോഴും എനിക്ക് ഉടമ്പടിയുമായിട്ട് ഉപ്പിന് കൊണോട്ടേഷൻ ഉണ്ടെന്ന് അറിയത്തില്ല, സത്യമായിട്ട് അറിയത്തില്ല. ഞാൻ ആ വഴിക്ക് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു.
അതിനകത്ത് തന്നെയാണ് അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മോട് ഉടമ്പടി തൈലത്തെക്കുറിച്ച് പറയണത്. പക്ഷേ ഇപ്പോഴ് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്കുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയണത് തന്നെയല്ല, ഉടമ്പടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാൻ പറഞ്ഞാലും ദൈവം ഓർത്തിരിക്കും. നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ കാര്യം ഉടമ്പടി വെക്കാൻ മറന്നെന്ന് വിചാരിച്ചോ, തിരക്ക് കൊണ്ടോ ഇവിടെ വന്നപ്പോഴേ സിറ്റുവേഷൻസ് ഒന്ന് നിങ്ങൾ പ്രതീക്ഷനേക്കാൾ മോശമായ തിക്കും തിരക്കും അസ്വസ്ഥതയും, പിന്നെ നിങ്ങളുടെ തന്നെ ഉപവസിച്ചൊക്കെ നിശ്ചയിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ തന്നെ ബോഡിയുടെ ഒരു വെല്ലുവിളികൾ എല്ലാം കൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ മറന്നു പോകും. എങ്ങനെയെങ്കിലും വീട് പിടിച്ചാൽ മതിയെന്ന്, മഴയും വരികയാണെങ്കിൽ പണിയായിരിക്കും, എങ്ങനെയെങ്കിലും വീട് പിടിച്ചാൽ മതിയെന്നുള്ള ചിന്ത വന്നിട്ട് ചില കാര്യങ്ങൾ തിരക്കിൽ മറന്നു പോയാലും ഈ മണ്ണിൽ നീ ചവിട്ടിപ്പോയാൽ അത് തന്നെയാണ് ഗ്യാരണ്ടി. കാര്യം നിൻ്റെ കാര്യം കർത്താവ് ഓർത്തിരിക്കും. നിനക്കറിയാം എന്തിനാണ് നീ ഇവിടെ വന്നതെന്നൊക്കെ ദൈവത്തിന് അറിയാം. നീയാണ് മറന്നിരിക്കണത്. പക്ഷേ ദൈവം നിന്നെ മറന്നിട്ടില്ല, നിൻ്റെ ഒരു വിഷയങ്ങൾ. ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഈ ദിവസങ്ങളിൽ ഡിൻസി എന്നും പറഞ്ഞ് ജിനോയാണ് സാക്ഷ്യം. ജിനോയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇരിങ്ങാലക്കുട രൂപത എന്ന് അവരുടെ ആ സ്ഥലത്ത് അവരുടെ പ്ലേസ് അതാണ്. അപ്പോൾ അവിടുന്ന് ജിനോ ഭർത്താവാണ് ഉടമ്പടി എടുത്തത്, പക്ഷേ ഭാര്യയാണ് സാക്ഷ്യം. ജിനോ ഇത് ജോലിക്ക് പോയെന്ന് തോന്നണം. അപ്പോൾ അവർ അവശേഷിക്കുന്ന ആൾ വൈഫാണ്. പക്ഷേ വൈഫും ഉടമ്പടിയോട് മാനസികമായിട്ട് ഒത്തിരിയേറെ അടുപ്പമുള്ള ആളാണ്. ഭയങ്കര അതാ സാക്ഷ്യം കേൾക്കുമ്പോൾ പറയാൻ വരും. അപ്പോൾ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തെങ്കിലും ഈ സാക്ഷ്യപ്പെടുത്തുന്നത് ഭാര്യയാണ്. അത് ഒരു ഒന്നൊന്നര സാക്ഷ്യമാണ്. അത് ഇവർ ഉടമ്പടി എടുത്ത പോലെയുള്ള ആത്മബന്ധത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ തന്നെ ഒക്കെ അഭിഷേകം തോന്നുന്നതിൻ്റെ അത്. അവരുടെ വിഷയം എന്ന് പറയണത് അവർ കുറച്ച് കാര്യങ്ങൾ ജിനോ ഉടമ്പടി വെച്ചു. പക്ഷെ ഉടമ്പടി വെച്ച് കഴിഞ്ഞിട്ട് ഇവർ പറയണത് ഇവിടുന്ന് പോകുമ്പോൾ അവർ വല്ലാത്തൊരു തണുപ്പ്, അവർ നന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് എങ്ങനെയുള്ള തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാട്ടുപ്രദേശത്ത് പോയി നിൽക്കുമ്പോഴേ, അത് ഞാനും കുറേ കാട്ടി പോയിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാമോ, നിങ്ങളും പോയി കാണാം. അപ്പോൾ നമുക്ക് അറിയാൻ ഒരു പ്രകൃതിയുടെ ഒരു സ്വതസിദ്ധമായ നൈസർഗികമായ ഒരു സാന്ത്വനത്തിൻ്റെ ഒരു തണുപ്പുണ്ട്. ഇതിങ്ങനെ ഫീൽ ചെയ്യും ഇവർക്ക്. അത് മാതാവിൻ്റെ ഫീലിങ് ബൈ പേഴ്സൺ പ്രസൻസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ജാസ്മിൻ സ്മെല്ല് പോലുള്ള സ്മെല്ല് മാത്രമല്ല, കുറേ അധികം അത് പ്രസൻസ് വന്നാൽ അത് നമുക്കത് ഫീൽ ചെയ്യും. അമ്മ ഉണ്ട്, അമ്മ ലൈനിലുണ്ട്, അമ്മ കൂടെ ഉണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഇവർക്കൊരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. ഇവർ വീട്ടിൽ ചെല്ലുമ്പോഴുണ്ട് ഇവർ ഉടമ്പടി വെക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇവർ വല്ലാതെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. ഉടമ്പടി വെച്ചിട്ടില്ല ആ വിഷയം, പക്ഷെ അത് ചെയ്യൂ എന്നും പറയും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ 100 കൊല്ലമായി ഇവരുടെ ആ പ്രദേശത്ത് വെള്ളമില്ല. കാര്യം അപ്പനപ്പന്മാരുടെ കാലം മുതൽ തന്നെ വെള്ളം പാറക്കെട്ടാണ്, മലമുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്, പാറക്കെട്ടാണ്. പക്ഷെ ആ പ്രദേശം ചിരിങ്ങാലിക്കൂടെ വലിയ മലയൊന്നും ഇല്ലെന്നറിയാം, എന്നാലും ആ പ്ലേസ് മുഴുവനും ഇങ്ങനെ പാറക്കുന്നുകളുടെ ഇടക്കാണ് ഇവർ താമസിക്കുന്നത്. കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ വെള്ളമില്ല. ഇവർ വന്ന് വിലക്ക് മേടിക്കുകയോ അവർ പറയണ സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ദിവസങ്ങളോളം വെള്ളമില്ലാതെ വിഷമിച്ചിട്ടുണ്ടെന്ന്. നമുക്കറിയാം ഈ കാലത്ത് ഈ കേരളത്തിൽ ദിവസങ്ങളോളം വെള്ളമില്ലാതെ വിഷമിക്കുന്നത് വിഷമം തന്നെയാണത്. പക്ഷേ ഇതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം. ഇവർ ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇവർ ശാശ്വതമായി അവർക്ക് പരിഹരിക്കേണ്ട ഒരു വിഷയം വെള്ളമാണെന്നുള്ളത്. പക്ഷെ അവരിനി നടന്നിട്ട് അത് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. കാര്യം ഈ വരണ്ട കരിമ്പാറയുടെ അകത്ത് ആണ് താമസിക്കുന്നത്. അവിടെ നിന്ന് വെള്ളം ഇവിടുന്ന് കിട്ടാനാണ്. അവർ പണ്ടൊക്കെ ട്രൈ ചെയ്തതാണ്. എല്ലാവരും ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആ ദേശത്തുള്ള ആൾക്കാർ തന്നെ ട്രൈ ചെയ്തതാണ്. ഇപ്പം നാട്ടിൽപ്പുറത്ത് താമസിക്കുന്ന ഈ വീട്ടിൽ വെള്ളമില്ലെങ്കിൽ അടുത്ത വീട്ടിൽ കുഴക്കണം കുളിക്കുമ്പോൾ വെള്ളം കിട്ടണം കാണാം. പക്ഷെ ഇതങ്ങനെയല്ല, ആ ലൊക്കാലിറ്റി മൊത്തം വെള്ളമില്ല. അപ്പം പക്ഷെ മാതാ ഇവരോട് പറയുന്നുണ്ട്, നിങ്ങളെ കുഴക്കിണർ കുഴിക്കാൻ പറയുന്നുണ്ട്. പഴുത് കുഴിച്ചൊക്കെ അവിടെ കിടപ്പുണ്ട്, 100-500 അടി ഒക്കെ ഉള്ളത് ഒക്കെ കിടപ്പുണ്ട്, കാര്യമില്ല, വെള്ളമില്ല അവിടെ. പക്ഷേ ഇവർക്ക് ഇത് രണ്ടാമത് ഇങ്ങനെ കുഴിക്കാൻ പറയും. അങ്ങനെ ഇവർ നല്ല ആന്തരിക ബോധ്യം കിട്ടും ഈ വിഷയങ്ങൾ. എല്ലാത്തിനും ആന്തരിക ബോധ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ അതിലൊരു വിഷയം എന്ന് വെച്ചാൽ, ഇന്നത് ചെയ്യൂ, ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ നടക്കേണ്ട വഴി ഉപദേശിക്കുമെന്ന് അല്ലേ, ഞാൻ നിൻ്റെ ഇതിന് ആന്തരിക ബോധ്യം എന്ന് പറയും. ഇപ്പം നീ എന്തിനു പഠിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ലെന്ന് വിചാരിച്ചു. പഠിക്കണം, എന്തിനു പഠിക്കണമെന്ന് അറിയത്തില്ല. ഇനി എന്താ പഠിക്കേണ്ടത്, എന്താ എൻ്റെ കരിയർ എന്നറിയത്തില്ല. ഞാൻ എന്താണ് ഇനി എവിടെയാണെന്ന്, ഇവിടെ നാട്ടിൽ പഠിക്കണോ,
PSC എഴുതണോ, അത് രാജ്യം വിട്ട് പോകണോ, നമുക്കൊരു ഐഡിയയുമില്ല. ഈ ഒരു ഐഡിയയും ഇല്ലാത്ത ടാബുല റാസ എന്ന് പറയുന്ന ഈ സിറ്റുവേഷൻസിലെ അതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് പ്രവർത്തിക്കുക. നിനക്ക് ഐഡിയ ഉണ്ടാകുന്നതിനേക്കാൾ മെച്ചം നിനക്ക് ജീവിതത്തെക്കുറിച്ച് ഐഡിയ ഉണ്ടാകുന്നത്. ഇന്നത് പഠിക്കണം, ഇന്നത് ചെയ്യണം, ഇന്ന സ്ഥലത്ത് താമസിക്കണം, ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നിനക്കൊരു ഐഡിയ ഉണ്ടാകുന്നത് സിൽവർ ആണെങ്കിൽ നിനക്കൊരു ഐഡിയ ഉണ്ടാകാതിരിക്കുന്നത് ഗോൾഡാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നിനക്കൊരു ഐഡിയ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉള്ളത് സിൽവർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഐഡിയയും ഇല്ല നിൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഇപ്പോൾ 11 പ്രാവശ്യം IELTS എഴുതി, അതുകൊണ്ട് മറ്റു പരീക്ഷകളൊന്നും എഴുതാനും ഒത്തില്ല. നമ്മൾ ഈ വാഴ പോത്ത് കുലച്ച പോലെ കുലയ്ക്കുക. ആലപ്പുഴ പാർട്ടിയുടെ വർത്തമാനമാണിത്. വാഴ ഒന്നുമില്ലാതെ കുലക്കത്തില്ലേ, അതിനിവിടെ പോത്ത് കുലകളെന്നാണ് പറയണത്. അപ്പം അതുപോലെ ഈ സംഭവം ഒന്നും അറിയത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ഐഡിയയും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ബ്ലാങ്ക് കോളം മുഴുവനും ഉടമ്പടിയിൽ അമ്മേ ജീവിതത്തിന് ഐഡിയ ഇല്ല, ഉടമ്പടി ചെയ്തു പോയ ആളാന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ വിചാരിക്കുക, അയ്യോ 6 ഞാനത് വെച്ചില്ലല്ല എന്ന് നിങ്ങൾ പറയരുതേ. കാര്യം ഉടമ്പടി ഒരു രീതി എന്ന് പറയുന്നത് ഉടമ്പടി ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അതിൽ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എപ്പോഴും വെക്കാം. മനസ്സിലായില്ലേ? ഉടമ്പടിയാണല്ലോ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ദൈവവുമായിട്ട് ഒരു റിലേഷനാണ്. ഇപ്പം നമ്മളൊരു വണ്ടിയെ കയറി, വണ്ടിയിൽ 6 സീറ്റല്ലല്ലേ, എത്രയോ സീറ്റ് കാണും ഇല്ലേ? വണ്ടിയെ കയറുന്നതാണ് പ്രശ്നം. വണ്ടിയെ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാക്സിമം നിനക്ക് ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും. ആ ഉടമ്പടിയുടെ ഒരു പ്രത്യേക സാധ്യതയാണത്, നല്ല വലിയ സാധ്യതയുള്ളതാണ്. അതായത് നമ്മൾ പറയാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കാൾ നേരത്തെ സംഭവിക്കും. കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഉടമ്പടിയുടെ വാക്ക് തന്നെ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അത് കവനൻ്റ് എന്ന് പറയും. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ കവനൻ്റ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഭാഷ ഉണ്ടല്ലോ, ബൈബിളിലെ ഭാഷ, ഹെബ്രായ ഭാഷ അല്ലെങ്കിൽ ഹീബ്രു, അതിനെ ബെർത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിൽ റിലേഷൻ എന്നർത്ഥം. റിലേഷനാണ്. നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആരെ കാര്യം വെച്ചിട്ട് അഫ്സൽ പുരാണൻ്റെ അല്ലെങ്കിൽ യുദാസ് പുരാണൻ്റെ പെട്ടി കൊണ്ടുവന്നിട്ട് കാര്യം എഴുതിയിടുന്ന പോലെ അല്ല, അതല്ല വിഷയം. അതുപോലെ ചില വലിയമ്മമാർ ഇതൊക്കെ ചെയ്യണത്, അതാണ് പണി മേടിക്കുന്നത്. അതല്ല, ഉടമ്പടിയോട് കൂടി ഒരു ബെറീത്ത് ഉണ്ടാകുന്നു നിങ്ങളുമായിട്ട്. ഒരു റിലേഷൻ, അതാണ് സംഭവം. കവനൻ്റ് എന്ന് പറഞ്ഞാൽ പോലും ഒക്കത്തില്ല, അത് ഇംഗ്ലീഷുകാരൻ്റെ വാക്കാണ്. ഇതൊരു ബെറീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷനാണ് ഉണ്ടാകുന്നത്. ആരുമായിട്ട്? നീയും നിൻ്റെ ദൈവവുമായിട്ട്. ദൈവസ്നേഹം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, ഞങ്ങളിൽ ദൈവസ്നേഹം, ദൈവത്തോടുള്ള വിശ്വസ്തത പച്ചക്കിടാതെ നിലനിൽക്കുവാൻ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ശ്രുതികടെ സ്നേഹമേ, കാരുണ്യമേ, ദിവ്യമാ സ്നേഹമേ, കാരുണ്യമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ഇവിടെ അനേകം മക്കളാണ് ഈ പ്രാർത്ഥനയിൽ ഇപ്പോഴാശ്രയം വെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഓൺലൈനിൽ കൂടാൻ പോകുന്നത്. അവരുടെ എല്ലാം മുഖത്ത് മുഴുവൻ കണ്ണുനീര് ഇങ്ങനെ തളം കെട്ടി നിൽക്കിയിരിക്കും. അവരുടെ ശരീരം രോഗങ്ങളാൽ വേദനപ്പെട്ടിരിക്കുകയായിരിക്കും. അവരുടെ ജീവിതവും ശരീരവും ഹൃദയവും ഒക്കെ വല്ലാത്ത പരവശ്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഗതിമുട്ടി നിൽക്കിയിരിക്കും. അങ്ങനെ ഗതിമുട്ടി എല്ലാ തരത്തിലും തീർന്നുവെന്ന് ചിന്തിക്കുന്ന ജപ്തി നടപടികൾ, ബാങ്ക് നടപടികൾ, ഭവനത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥകൾ, അവരുടെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളായി ആവശ്യമായ സമയത്ത്
കൈ കിട്ടാത്തതിൻ്റെ ഉത്കണ്ഠകൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മനോവേദനകളെ സമർപ്പിച്ചുകൊണ്ട് സ്തുതികട്ടെ സ്തുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ അവർക്ക് എല്ലാവർക്കും ആരാധന ദൈവത്തിന്റെ ശക്തി കിട്ടട്ടെ. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കും എൻ ഹൃദയം. ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേൻ നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭാവനാശീർവാദമാണ്. മക്കളെ, ഈ സമയം ഒരു സീരിയസ് ടൈമാണ് കേട്ടോ. നിങ്ങൾ മൗനമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ആശീർവാദം, കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. ഇതുകൊണ്ട് കുറേ സാക്ഷ്യം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. എന്ത് വിഷയമാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്, അങ്ങനെ ചെയ്യാൻ പോകുന്നത്? അമ്മ മാതാവ് ഈ സമയത്ത് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. അമ്മയോട് പറയാം, അമ്മേ, ഈ വിഷയത്തിൻ്റെ മേലെ എനിക്ക് സാക്ഷ്യം പറയാനോട്ടിനെ സാധിക്കണേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണേ എന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. രോഗികളാണെങ്കിൽ എവിടെയാണ് രോഗം, പിസ്റ്റുലുള്ളവർ അടിവയറ്റ് കൈവെക്കണം, കിഡ്നി രോഗമുള്ളവർ നടുവിൽ കൈവെക്കണം, കരളിന് രോഗമുള്ളവർ ബ്രസ്റ്റിന് താഴെ കൈവെക്കണം, അല്ലെങ്കിൽ നെഞ്ചിന് താഴെ കൈവെക്കണം, ഹാർട്ട് രോഗികൾ ഇടതുവശത്ത് കൈവെക്കണം, ടോൺസൈറ്റ് രോഗികളും തൈറോയ്ഡ് രോഗികളും തൊണ്ടയിൽ കൈവെക്കണം, പ്രഷർ രോഗികൾ തലയിൽ കൈവെക്കണം, ഇങ്ങനെ, അല്ലെങ്കിൽ നെഞ്ചിൽ കൈവെക്കണം. ഇങ്ങനെ എവിടെയാണ് രോഗമുള്ളത് അവിടെ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. അച്ഛൻ്റെ ആശീർവാദ സമയത്ത് കർത്താവ് സൗഖ്യപ്പെടുത്തും, ഞാൻ കർത്താവിന് സാക്ഷിയാകുമെന്നുള്ളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ